കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവ് കുന്നിടിച്ച് അനധികൃതമായി മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. മണ്ണെടുക്കുന്നത് വലിയ അപകടത്തിന് കാരണമാകുമെന്നും 30ഓളം കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു. മണ്ണെടുപ്പ് തടയുന്ന പ്രദേശവാസികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയാണെന്നും എന്തുതന്നെ സംഭവിച്ചാലും മണ്ണെടുപ്പ് തുടരാൻ അനുവദിക്കില്ലെന്നും ജനങ്ങൾ പറഞ്ഞു. ജില്ലയിലെ പോഴിക്കാവ് കണ്ണങ്കരയിൽ ഒരുപാട് കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടി തുടങ്ങിയ പ്രതിഷേധം ഇനിയും അവസാനിച്ചിട്ടില്ല. ദേശീയപാതയുടെ നിർമ്മാണത്തിനെന്ന പേരിൽ അനിയന്ത്രിതമായി അപകടകരമായ രീതിയിൽ വലിയ രീതിയിൽ മണ്ണെടുക്കുന്നത് പ്രതിഷേധിച്ചിട്ടാണ് ഇവിടെയുള്ള പരിസരവാസികളൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അത് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എത്ര നാളായി ഈ രീതിയിൽ ഇവിടുന്ന് മണ്ണെടുക്കാൻ തുടങ്ങിയിട്ട്? ഒരു 8 മാസത്തോളമായി ചെറിയ തോതിൽ മണ്ണെടുക്കുന്നത്. ഇപ്പോൾ ഒരു ആഴ്ച ഇങ്ങോട്ടായിട്ട് നിരന്തരമായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ടോറസ് വണ്ടി വലുതായിട്ട് വലിയ ലോഡിൽ റോഡ് താങ്ങാവുന്നതിലും ഭാരവും കൊണ്ടാണ് ഇതിൽ പോകുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. വണ്ടീൻ്റെ കുലുക്കം മാത്രമല്ല, മണ്ണ് ഇവിടുന്ന് പോയി മഴ പെയ്തപ്പോൾ റോഡുമിലേക്ക് ഒഴുകി, ചളി അടക്കം ഒഴുകി, നടക്കാൻ കഴിയാണ്ടായി, വാഹനങ്ങൾ പോകാൻ കഴിയണ്ട, അതിൻ്റെ അപ്പുറത്തെ വീടുകളിലേക്ക് വന്നു. അപ്പം ശരിക്കും ഞങ്ങളുടെ ഭയം, ഒരു നല്ല മഴ പെയ്താൽ ഇതിൻ്റെ ഒന്ന് വെള്ളം ചാടി വന്നാൽ ഈ വീടല്ല ഇതിൻ്റെ താഴെയുള്ള വീടുകളൊക്കെ ആ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ അത്ര ഇല്ലെങ്കിൽ പോലും ചെറിയ തോതിലുണ്ടാവും. രാത്രിയും പകലും ഒക്കെ ഇതുപോലെ ഉണ്ട്, തുടർച്ചയായിട്ടാണ് എടുക്കുന്നത്. ആദ്യം കുറച്ചു കാലം വൈകുന്നേരം 7 മണി മുതൽ അല്ലെ 8 മണിക്ക് രാവിലെ പുലർച്ചെ വരെ എടുത്തുകൊണ്ടിരുന്നു. പിന്നീട് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നിയപ്പോൾ രാവിലെ മുതൽ ത്രൂ ഔട്ട് 24 അവറും ഇങ്ങനെ മണ്ണെടുക്കുന്ന ഒരു സ്ഥിതി വന്നു. നേരെ പോയി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കലക്ടർ ഓർഡറുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡറുണ്ട്, മറ്റു ഓർഡറുകളൊക്കെ ഉണ്ട്. ആദ്യഘട്ടത്തിൽ ഞങ്ങളത് തടഞ്ഞ് ഓർഡർ കാണിക്കാൻ പറഞ്ഞപ്പം അവരടുത്ത് ഓർഡർ ഉണ്ടായിരുന്നില്ല. മണ്ണെടുക്കാൻ ജിയോളജീൻ്റെ ഒരു പെർമിഷൻ ഉണ്ട്. ഈ ഡിസംബർ മാസം 5-ാം തീയതി വരെ മണ്ണെടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. എത്ര മണ്ണെടുക്കാനുണ്ടെന്ന് ചോദിച്ചാൽ ജിയോളജിക്കാർ ഒരു മറുപടി ഒന്നും തരുന്നില്ല. ഇവർക്ക് എത്ര മെട്രിക് ടൺ മണ്ണെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ എടുക്കാൻ പെർമിഷൻ ഉണ്ട്. ഇത് ഞങ്ങളിപ്പം പറയുന്നത് ഇത് ശാസ്ത്രീയമായല്ല മണ്ണെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണാം, വളരെ കുത്തനെയാണ് മണ്ണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു മഴ പെയ്താൽ ഇതൊക്കെ പൊട്ടി പൊഞ്ഞും. ഇത് മറ്റൊരു സ്ഥലമാണ് അപ്പുറത്ത്, അയാളുടെ റബ്ബറൊക്കെ താഴോട്ട് വീഴും. ഇത് വെള്ളമൊലിച്ച് വന്നാൽ താഴത്തുള്ള വീടുകളിലൊക്കെ അപകടാവസ്ഥയിലായിരിക്കും. എടുക്കുന്നതിനൊരു ശാസ്ത്രീയ വശമുണ്ട്, അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. അങ്ങനെ തോന്നിയതുപോലെ മണ്ണെടുത്തുണ്ട്. അതുമാത്രമല്ല, NH-നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയത്. പക്ഷേ പ്രൈവറ്റ് വേറെ ആളുകൾക്കും ഇത് വിറ്റ് പൈസയാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ നേരിട്ട് നമുക്ക് പുതിയ സ്ഥലത്ത് നിങ്ങൾക്ക് പോയാൽ കാണാം, പുതിയ കള്ളുഷാപ്പ് റോഡിന് മണ്ണിറക്കിയിട്ടുണ്ട്. മറ്റു പല സ്ഥലത്തും ആളുകൾ പറയുന്നുണ്ട്. ഇത് ഇന്നലെ വന്ന 4 ലോറികൾ ഇൻഷുറൻസ് പോലും ഇല്ലാത്ത വണ്ടികളാണ് വന്നത്. ഇപ്പം ഇന്നലെ ഞങ്ങൾ ഇതൊക്കെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടും ആരെങ്കിലും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് ഒരു പരിഹാരം ഉണ്ടായ ശേഷം മറ്റു നടപടിയെന്ന് പറഞ്ഞിട്ട് പോലും ഇന്നലെ പോലീസാണ് ഞങ്ങളോട് പറയുന്നത് ഇന്ന് ഇത് കൊണ്ടുപോകുന്നു, മണ്ണ് കൊണ്ടുപോകുന്നു. പോലീസാണ് വന്ന് പറയുന്നത്, മെമ്പറോട് പറയുന്നത് മണ്ണ് ഇന്ന് കൊടുത്തും. ഞങ്ങൾ ഈ രീതിയിൽ അന്നേരം വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, അനിയന്ത്രിതമായിട്ടാണ് അല്ലെങ്കിൽ അനധികൃതമായിട്ടാണെന്നൊക്കെ നിങ്ങൾ പരാതിപ്പെട്ടില്ലേ? അതിനെന്താ മറുപടി പറയുന്നത്? ഇല്ലാത്ത ഞങ്ങൾ പറയേണ്ടത് SI പോലീസ് ഞങ്ങളെ വിളിച്ചു. അവിടെ വെച്ച് പഞ്ചായത്ത് ബസ് ഉണ്ടായിരുന്നു, മറ്റാളുകളുടെ എല്ലാവരും കൃത്യമായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു വികാരവും കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗത്ത് വന്ന്, ഞങ്ങളുടെ കുട്ടികൾ ഈ റോഡ് മണ്ണ് കൊണ്ടുപോയപ്പം അവിടെ വെച്ച് തടഞ്ഞപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവന്ന് മണ്ണ് ഇവിടെ തന്നെ തിരിച്ച് ഇറക്കി പോയി. അത് ഈ സ്ഥലത്തിൻ്റെ ഉടമകൾക്ക് വലിയ പ്രയാസമായി. പിറ്റേ ദിവസം ആ കുട്ടികളെ മർദ്ദിക്കുകയും പോലീസ് വന്നാണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞങ്ങളോട് പറയുന്നത്. ആ പോലീസ് പോകണം എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുത്തത് ഇന്നലെയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഞങ്ങളിത് കൗണ്ടർ കേസായി പോവുകയും ചെയ്തു. മറ്റേ കേസ് അവരൊരു കൊടുത്ത കേസ് അത് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ അഴിക്കുള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള ആ കുട്ടികൾ ഇന്ന് ഒളിവിലാണ്. അപ്പോൾ അതോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഇനി ഒരു തരി മണ്ണും ഇവിടുന്ന് കടത്താൻ സമ്മതിക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ്. ഇനി എന്ത് വന്നാലും ഞങ്ങൾ സഹിക്കും. ഇന്നലെയൊക്കെ ഇവിടെ ഈ പ്രദേശത്തെ മുഴുവൻ കുട്ടികളും സ്ത്രീകളും അടക്കം ഇവിടെ കാവലാണ്. ഇന്നലെ രാത്രി പിന്നീട് ഞങ്ങൾ കിട്ടി പുലർച്ചയ്ക്ക് 4 മണിക്കാണ് വണ്ടി മണ്ണെടുക്കാൻ വരുന്നത്. 4 മണിക്ക് 4:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ ആളുകൾ ഇവിടെ എത്തി, സ്ത്രീകളടക്കം ആളുകൾ എത്തി. അപ്പോൾ പേരാമ്പ്ര മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരും ഇവിടെ എത്തി. ഒരു 3-4 വലിയ ബസ് ഉണ്ട്, കുറേ വണ്ടികളുണ്ട്. DYSP പോലുള്ള ആളുകൾ, ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ എത്തി. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ വരെ മണ്ണെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ പോലീസ് പറഞ്ഞത് ഞങ്ങൾ പോലീസ് മുറ ഇവിടെ പ്രയോഗിക്കും, കൃത്യമായ നടപടി ഉണ്ടാകും, നിങ്ങളൊക്കെ ഞങ്ങളെ ചെയ്യാറായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ തഹസിൽദാർ വന്നു. തഹസിൽദാരോട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പോൾ തഹസിൽദാർ ഒന്നും പറയാണ്ടാണ് നിൽക്കുന്നത്, മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇത് കാണിച്ചു കൊടുത്ത് ഇവിടുന്ന് ഒരു മഴ പെയ്താലുള്ള സ്ഥിതി എന്താണ്,
ഇവിടെ പ്രകൃതിൻ്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ വേറെയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വളരെ ശാന്തമായ സുന്ദരമായ പ്രദേശത്തെ വളരെ വികലമാക്കി കഴിഞ്ഞ് എന്നുള്ളതും കൂടി ഉണ്ട്. അതൊക്കെ സഹിക്കാമെങ്കിലും തുടർന്ന് അങ്ങോട്ട് ജീവിക്കാൻ ഇവിടെ പ്രയാസമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കളക്ടറേറ്റിൽ ഒരു യോഗം ഉണ്ടായിരുന്നു, അതിൽ തീരുമാനം എന്താ? ഇന്ന് കലക്ടർ ഇപ്പം രാവിലത്തെ പോലീസുമായിട്ട് ചർച്ചേൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടറെ വിളിക്കുകയും ഇവർ ഒരു കണക്കിലും ഞങ്ങൾ അടങ്ങുന്നില്ല എന്ന് തോന്നിയപ്പം കലക്ടറെ വിളിക്കുകയും കലക്ടർ ആദ്യം പറഞ്ഞ ഒന്നും നോക്കണ്ട, മണ്ണെടുത്തോ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നാണ്. അത് DYSP ഞങ്ങളോട് പറഞ്ഞതാണ്, കലക്ടറെടുത്ത് നിർദ്ദേശമുണ്ട്. പക്ഷേ അവസാനം ഞങ്ങൾ ഒരു കണക്കിലും അടങ്ങുന്നില്ല, അതും ഞങ്ങളെ ചെറിയ കുട്ടികളെ പോലും ഇവർ കൊണ്ടുപോകേണ്ടി വരും എന്നുള്ള സ്ഥിതി വന്നപ്പം വീണ്ടും കലക്ടർ പറഞ്ഞു 9:30 നിങ്ങൾ വരണം. അപ്പോൾ 8:30 ഞങ്ങൾ എത്തൂല എന്നങ്ങ് വിചാരിച്ചിട്ടായിരിക്കും സ്വാമി അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ എത്തി. അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, പിന്നെ പഞ്ചായത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഈ സമിതിൻ്റെ ജനകീയ സമിതിൻ്റെ ഭാരവാഹികളുണ്ട്. അപ്പോൾ കലക്ടർ ആദ്യം തന്നെ വളരെ കുറച്ച് റഫായിട്ട് പറഞ്ഞ് അത് റോഡ് ഉണ്ടാവണ്ടേ, അങ്ങനെ എന്നാലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ മുടക്കുന്ന അല്ല ആ രീതിയിലുള്ള സംസാരമൊക്കെ തന്നെ. ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, ഞങ്ങളത് ജീവൻ്റെ പ്രശ്നമാണ്. അപ്പോൾ കലക്ടർ നിങ്ങൾക്ക് അതിൻ്റെ ശാസ്ത്രീയ വശം അറിയാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിവരമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വിവരമുണ്ട്, ഇവിടുന്ന് വെള്ളം ഒഴുകി വന്നാൽ ഞങ്ങളെ വീടൊക്കെ തകരും എന്നുള്ള വിവരം ഞങ്ങൾക്ക്. എത്ര വീടുകളുണ്ട് ഈ പരിസരത്തുണ്ടാവും? ഒരു 25ഓളം വീട് താഴോട്ടുണ്ട്. അതിലൊക്കെ ദേശം. പിന്നെ താഴോട്ട് ഈ റോഡ് നേരെ വെള്ളം പോയാൽ കല്ലിട്ട് പാലത്തിനടുത്തുള്ള വീട് വരെ ഇവിടെ ചളി അറിയും. ഇത് കഴിഞ്ഞതിന് അങ്ങനെ സംഭവിച്ചതാണ്, ചളിയൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിതി തന്നെ മാറിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അത് അനുവദിക്കില്ല. ഇതിപ്പോൾ ഇനിയിപ്പോൾ മണ്ണെടുക്കാതിരിക്കാൻ മാത്രം പോരല്ലോ, ഇത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അപകടമല്ലേ? അപകടമാണ്. ആ അപകടാവസ്ഥയും നീക്കം ചെയ്തു തരണം. ഇത് ഏത് നിമിഷവും നേരത്തെ ഒരു 3 കൊല്ലം മുമ്പ് ഇവിടെ അങ്ങനെ ഉണ്ടായതാണ്. അവിടെ വെച്ച് മണ്ണെടുത്തപ്പോൾ അവിടുന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ആ വീടിൻ്റെ അടുക്കളേൻ്റെ അടുത്ത് വരെ മണ്ണൊഴുകിപ്പോയി. അവിടെ 1000 കല്ലിറക്കിയിട്ടുണ്ടായിരുന്നു. ആ കല്ലൊക്കെ മണ്ണിൽ മൂടിപ്പോയതാണ്. അത് ഈ വീട്ടുകാർക്ക് തന്നെ, ഇവരും ഇതിൻ്റെ ആളുകളാണ്, അവർക്ക് തന്നെ ഉണ്ടായ അനുഭവം. ഞങ്ങളൊക്കെ തന്നെ ഇവിടെ കുറച്ച് ദൈവങ്ങളെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, 18ഓളം ബിംബങ്ങളുണ്ടായിരുന്നു. അതിൽ 4-5 മണ്ണിൻ്റെ അടിയിലായിപ്പോയി. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇതൊന്നും കണ്ട് ആളുകളും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതിനെ അനുവദിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മണ്ണെടുക്കാൻ സമ്മതിക്കില്ല, അതിനെന്ത് വന്നാലും സമ്മതിക്കില്ല. അതാണ് ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. മുൻപുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നതും ഈ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും. വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഇവിടെ മണ്ണെടുത്തത് മൂലമുണ്ടായ അപകടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ നിന്ന് ഇനി ഒരാവശ്യത്തിനും മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്നും അതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ ആവശ്യമെന്നുമുള്ള കാര്യമാണ് പ്രധാനമായിട്ടും നാട്ടുകാർ മുന്നോട്ടേക്ക് വെക്കുന്നത്.